കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രിയ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ ഭൗതിക ദേഹത്തിനു മുന്നിൽ മക്കളായ വിനീതും ധ്യാനും വികാരാധീനരായി പൊട്ടിക്കരയുന്ന കാഴ്ച മലയാളികൾ നൊമ്പരത്തോടെയാണ് കണ്ടുനിന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾക്കിടയിൽ വന്ന പല കമന്റുകളും വിരൽ ചൂണ്ടിയത് നമ്മുടെ സമൂഹത്തിൽ ഉറച്ചുപോയ വികലമായൊരു ചിന്താഗതിയിലേക്കാണ്. ആൺകുട്ടികൾ ഇങ്ങനെ കരയുന്നത് ആദ്യമായാണ് കാണുന്നത് എന്നായിരുന്നു ആ കമന്റുകൾ. ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന മനുഷ്യരുടെ ഉള്ളിലുള്ള ചിന്താഗതിയാണ് ഇതിനു പിന്നിൽ. കരയുന്ന ആൺകുട്ടിയോട് നീ എന്താ പെൺകുട്ടിയാണോ ഇങ്ങനെ കരയാൻ എന്ന് പറഞ്ഞ് ചുറ്റിലുമുള്ളവർ കളിയാക്കാറുണ്ട്. പുരുഷൻ കരയുന്നതെന്തോ നഷ്ടപ്പെടുത്തുമെന്ന് ആരാണ് പഠിപ്പിച്ചത്? ചെറുപ്പകാലം മുതൽക്കേ ആൺകുട്ടികളെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ വളർത്തുന്നത് അവരുടെ മാനസിക വളർച്ചയെ ഗുരുതരമായി ബാധിക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വേദനയോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ അത് പുറത്തു പറയാതെ ഉള്ളിലൊതുക്കാൻ നിർബന്ധിതരാകുന്ന പുരുഷന്മാർ പിൽക്കാലത്ത് വികാരരഹിതരോ അല്ലെങ്കിൽ അമിതമായി ദേഷ്യം പ്രകടിപ്പിക്കുന്നവരോ ആയി മാറുന്നു. സങ്കടത്തെ അടിച്ചമർത്താൻ പഠിപ്പിക്കുന്നതോടെ മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനുള്ള കഴിവും ഇവർക്ക് നഷ്ടപ്പെടുന്നു. ഇത് ദാമ്പത്യ ജീവിതത്തെയും സൗഹൃദങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നു. വികാരങ്ങൾ പ്രകടിപ്പിക്കാത്തവർ ഒരു ഘട്ടം കഴിയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടാനും മാനസികമായി തളരാനും സാധ്യതയേറെയാണ്. വൈദ്യശാസ്ത്രപരമായി നോക്കിയാൽ വികാരങ്ങൾ പുറത്തുവിടുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത് നിഷേധിക്കപ്പെടുമ്പോൾ പുരുഷന്മാരിൽ ഉത്കണ്ഠ, വിഷാദം, ലഹരി വസ്തുക്കളോടുള്ള ആസക്തി എന്നിവ വർദ്ധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സങ്കടം പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തത് ആന്തരികമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അത് ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ആൺകുട്ടികൾക്ക് കരയാൻ അനുവാദം നൽകാത്തതിലൂടെ നാം അവരെ മാനസിക രോഗങ്ങളിലേക്കാണ് തള്ളിവിടുന്നത്. കണ്ണുനീർ എന്നത് ഒരു ശാരീരിക പ്രതികരണം മാത്രമല്ല, അത് മനസ്സിന്റെ ശുദ്ധീകരണം കൂടിയാണ്. മാറ്റം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നാണ്. സന്തോഷമായാലും സങ്കടമായാലും അത് പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ആൺകുട്ടികൾക്കും സങ്കടപ്പെടാനും കരയാനും അവകാശമുണ്ടെന്നും അത് അവരെ ബലഹീനരാക്കില്ലെന്നും മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതുണ്ട്. വികാരങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നവർക്കേ നല്ല മനുഷ്യരാകാൻ കഴിയൂ. ആൺകുട്ടികളെ വികാരങ്ങൾ അടിച്ചമർത്തുന്ന യന്ത്രങ്ങളായല്ല, മറിച്ച് സ്നേഹവും സങ്കടവും തിരിച്ചറിയുന്ന പച്ചയായ മനുഷ്യരായി നമുക്ക് വളർത്താം.